സ്റ്റാർട്ടപ്പിൻ്റെ രംഗത്ത് UDFൻ്റെ കാലത്ത് ഇവിടെ 300ആയിരുന്നു. ആ 300 സ്റ്റാർട്ടപ്പിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ എത്രയാണെന്നറിയോ? 6300. സ്റ്റാർട്ടപ്പിൻ്റെ പറുദീസയായിട്ടാണ് കേരളത്തെ ആളുകൾ കണക്കാക്കുന്നത്. 5800 കോടിയുടെ നിക്ഷേപം, 60,000 തൊഴിലവസരം. നമ്മൾ ഇവിടെ നിൽക്കാനല്ല, ഇത് 2025, ഇപ്പോൾ 6800. എന്നാൽ 2026 നാം ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ ഇരട്ടി കടന്ന സംഖ്യയാണ്. 15,000 സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ സ്ഥാപിക്കാനാകണമെന്ന ലക്ഷ്യത്തോടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 1,00,000 തൊഴിലവസരം ലക്ഷ്യമിടുകയാണ്. നമ്മുടെ യുവതക്ക് അത്തരത്തിൽ അവസരം ലഭ്യമാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 9 വർഷം നാം പിന്നിടുന്നു. ഈ 9 വർഷത്തിനിടയ്ക്ക് നമ്മുടെ നാട്ടിൽ നേടാൻ കഴിഞ്ഞ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളിൽ ചിലത് രാജ്യത്ത് തന്നെ അപൂർവമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒന്ന് മാത്രമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മളാണ് പ്രാവർത്തികമാക്കിയത്. ഈ ഘട്ടത്തിലാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക്, രാജ്യത്ത് ആദ്യത്തേത് നമ്മളാണ് പ്രാവർത്തികമാക്കിയത്. നമ്മുടെ ഗ്രഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ, വാട്ടർ മെട്രോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, ഇതെല്ലാം നമ്മളാണ് യാഥാർത്ഥ്യമാക്കിയത്. ഈ 9 വർഷ കാലയളവിനുള്ളിലാണ് നാം യാഥാർത്ഥ്യമാക്കിയത്. നമ്മൾ ആയുർവേദ രംഗത്ത് മികച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ആയുർവേദ റിസർച്ച്, ഇൻ്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനുള്ള നടപടികൾ നേരത്തെ ആരംഭിച്ചു. ഇപ്പോൾ അതിൻ്റെ 1ാം ഘട്ടം ഏതാനും നാളുകൾ കൊണ്ട് പൂർത്തിയാകാൻ പോകുന്നു. ഇവിടെ ജിനോം ഡാറ്റാ സെൻറ്റർ, മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം, ഇതെല്ലാം ഒരുക്കുകയാണ്. ഇതിനു പുറമെ മൈക്രോബയോം, ന്യൂട്രാസ്യൂട്ടിക്കൽ, ഇത്തരം മേഖലകളിൽ ഓരോ മികവിൻ്റെ കേന്ദ്രങ്ങൾ, സെൻറ്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കാനുള്ള നടപടികൾ നാം സ്വീകരിച്ചു പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ 3 സയൻസ് പാർക്കുകളാണ് സ്ഥാപിക്കാൻ പോകുന്നത്. 600 കോടി രൂപ ചെലവിട്ടുകൊണ്ട് 3 സയൻസ് പാർക്കുകൾ. നമ്മുടെ കേരളം എന്തായി മാറുന്നു? ആധുനിക വിജ്ഞാന ഉൽപാദന കേന്ദ്രമായി മാറുകയാണ്. ആരും അറിയല്ലേ എന്ന് നിർബന്ധമുള്ളവർ ഈ കാര്യങ്ങളൊന്നും പറയില്ല കേട്ടോ. കഴിയാവുന്നത്ര ഇതെല്ലാം മറച്ചു വെക്കാനാണ് അവർക്ക് താല്പര്യം. അയ്യോ, ആരുടെയും ശ്രദ്ധയിൽ ഇത് പെട്ടേക്കരുത് എന്ന നിർബന്ധം അവർക്ക്. ഇതിനു പകരം മറ്റെന്തൊക്കെ നിഷേധ കാര്യങ്ങൾ ഉള്ളതല്ല, വ്യാജമായി നിർമ്മിച്ച് പ്രചരിപ്പിക്കാൻ പറ്റും, അതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം നേരത്തെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നല്ലൊരു സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അത് കൂടുതൽ വളരണം. എന്നാൽ അതിനു പുറമെ ഹാർഡ്വെയർ, സോളാർ പാനൽ, ലിഥിയം ബാറ്ററി, ഇവയുടെയെല്ലാം ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും നാം സ്വീകരിച്ചു പോവുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ രംഗമെടുത്താൽ 2016 വ്യാവസായിക വളർച്ച
12%. ഇപ്പോൾ അത് 17%. നല്ല പുരോഗതി നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. മാനുഫാക്ചറിങ് സെക്ടർ 2016 മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ സംഭാവന 9.8%. ഇന്നത് 14%. അപ്പോൾ നമ്മുടെ വ്യവസായ രംഗം ആകെ ഒരു പുതുണർവിലെത്തിയിരിക്കുന്നു. അതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് രാജ്യത്ത് നിക്ഷേപ സൗഹൃദ നിലയിൽ നാം 1ാം സ്ഥാനത്ത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രാജ്യം പരിശോധിച്ചപ്പോൾ അതിൻ്റെ റാങ്കിങ്ങിൽ നാം ടോപ്പിലെത്തിയിരിക്കുന്നു. ഇത് ചെറിയ മാറ്റമല്ല. കേരളത്തിൽ എങ്ങനെ വ്യവസായ രംഗം മാറുന്നു എന്നതിൻ്റെ തെളിവാണ്. ഈ കഴിഞ്ഞ 9 വർഷം നാം തുടർച്ചയായി നടത്തിയ ശ്രമങ്ങളുടെ ഫലമായാണ് ഈ പറയുന്ന നില നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആരംഭിച്ച സംരംഭക വർഷ പദ്ധതി യഥാർത്ഥത്തിൽ MSME മേഖലയിലെ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസാണത് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് ആരാ? കേന്ദ്ര സർക്കാർ. അവർക്കത് പറയേണ്ടി വന്നു. ഈ മാർച്ച് വരെ ഉള്ള കണക്കെടുത്താൽ 3.5 ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് ഈ പട്ടികയിൽ വന്നിട്ടുള്ളത്. എത്ര കോടിയുടെ നിക്ഷേപ? 23,000 കോടിയുടെ നിക്ഷേപം. 7.5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ. ഇതാരും അറിയരുത് നിർബന്ധമുണ്ട് കേട്ടോ. അതുകൊണ്ട് ചെയ്യുന്നത് എന്താ? ഏതെങ്കിലും ഒരു സംരംഭത്തിന് എന്തെങ്കിലും ചില പ്രതിസന്ധി ഉണ്ടായി അത് തകരാറിലായിപ്പോയി എന്ന് വിചാരിക്കുക. ഉടനെ വന്നു വലിയ ഹെഡിങ്, വലിയ പ്രചരണം. ഇതാ സംരംഭക വർഷത്തിലെ പുതിയ സംരംഭത്തിൽ ഒന്നിന് ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇതാണ് സംരംഭകത്തിൻ്റെ നില. അതാണോ? ഇതാണ് നില. 23,000 കോടിയുടെ നിക്ഷേപമാണ്. 7 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് നമ്മുടെ ഈ കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കൊച്ചിയിൽ വെച്ച് നാം ഒരു നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചു. അതിൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് ലഭിച്ചത്. ആ നിക്ഷേപ വാഗ്ദാനം കടലാസിൽ കടക്കാനല്ല, അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്കായി കൃത്യമായ ടാസ്ക് ഫോഴ്സിനെ അടക്കം നിശ്ചയിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിച്ചു പോവുകയാണ്. വിവിധ തലങ്ങളിലുള്ള പരിശോധന അതിൻ്റെ ഭാഗമായി നടക്കുന്നു. നല്ലൊരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം അതിനായി ഏർപ്പെടുത്തിയിട്ടുമുണ്ട്.